പക്ഷെ ഒട്ടും എളുപ്പമല്ലായിരുന്നു. ആദ്യത്തെ 3 മാസം വെരി ഡിഫിക്കൽട്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാ പ്രകൃതിയായിട്ടുള്ളവരെ സ്മരിച്ചു എല്ലാവരും ഇങ്ങനെയായിരുന്നു അല്ലേ എന്നുള്ളത്. എനിക്ക് ഭയങ്കര അവസ്ഥയാണ്. ഞാൻ കുറേ കാലത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇതിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പം എന്തെങ്കിലും ഇതൊക്കെ ഇപ്പം നല്ലപോലെ കഴിക്കുന്നുണ്ട്. ജസ്റ്റ് ചൂട് മാത്രമാണ് പ്രശ്നം, വേറെ ഒരു കുഴപ്പമില്ല. നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെയും പലപ്പോഴൊക്കെ ഇങ്ങനെ ആപ്പിളൊക്കെ സത്യത്തിൽ ഇവൻ അടുക്കളയിൽ കയറാറില്ല. എൻ്റെ വീട്ടിൽ ഒന്നേ ചെയ്യാറില്ല, വെള്ളം പോലും തിളപ്പിക്കാറില്ല. പക്ഷേ എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു തുടങ്ങി. വീട് വൃത്തിയാക്കി തുടങ്ങി, വീട് വൃത്തിയാക്കി തുടങ്ങി. അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ണുപറ്റി കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ 10 വൃത്തിയാക്കാം. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനാണ് എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത്. ഇപ്പോൾ ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി. രാവിലെ ആപ്പിളൊക്കെ കൊണ്ട് തരും, എല്ലാം കൊണ്ട് തരും. ബദാമൊക്കെ 2 പീസൊക്കെ എടുക്കുന്നത് കഴിക്കുക. എനിക്കിഷ്ടമെന്ന് പറയും, ഞാൻ കഴിക്കുക. കൊച്ചിന് വേണ്ടിയിട്ടാണ് 15 നാളായിരിക്കാം പറയും. ബേബി മൂൺ മിക്കവാറും 3 ദിവസത്തിലോട്ട് പോകുമായിരിക്കും. ഓക്കെ, എല്ലാവരും 2000 വന്നവരും നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരല്ലല്ലോ? ആണ്, ട്രിവാൻഡ്രത്തുള്ളവരുണ്ട്. ഓക്കെ ഓക്കെ. ആരെങ്കിലും എവിടേക്ക് വെച്ച് കണ്ട പോലെ എനിക്ക് അറിയാം. നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അതായത് 1-2 പേരുടെ ഫേസ് ഫെമിലിയർ അവിടെ കണ്ട പോലെ ഫീൽ ചെയ്യുന്നു. അതെ, ഞാൻ എൻ്റെ വെഡിങ് ടൈമിന് ആരെയും കണ്ട പോലെ ഫീൽ ചെയ്യുന്നു. അമ്മ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അമ്മ സജഷൻ തരും, നമ്മൾ സെലക്ട് ചെയ്യും. രണ്ടുകൂടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് സർനെയിമും ഒക്കെ വെച്ച് നമ്മളെല്ലാം സെലക്ട് ചെയ്യും. അമ്മ സജഷൻ തരും, നമ്മളായിരിക്കും ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. അതെ 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 അതെ, നമ്മളാണ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. അച്ഛൻ ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ. ഡൽഹിയിലായിരുന്നു. ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടുകാർക്ക് അവർക്ക് ഓർഡർ ആക്കിയ മാത്രം ബിസിനസ് അഡ്വൈസ് പോകുന്നു എൻ്റെ അമ്മയുടെ. ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്ഥലം വരെ പോകണം.